ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, 1 സാമുവേൽ അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലോഗോസ് ക്വിസിൽ 2026 പങ്കെടുക്കുന്നവർക്കും തിരുവചന സത്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കുമായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വചനഭാഗത്തിലേക്ക് പോകാം. ഈ വചനഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. ഒത്തിരി സ്നേഹത്തോടെ വചനഭാഗം നോക്കാം. ചോദ്യം 1. ആമുഖഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ആദ്യം. ആരാണ് അവസാനത്തെ ന്യായാധിപൻ? ഉത്തരം സാമുവേൽ. 2. സാമുവേലിൻ്റെ കാലം മുതൽ ആരുടെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് സാമുവേലിൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങളുടെ ഉള്ളടക്കം? ഉത്തരം ദാവീദിൻ്റെ. 3. സാമുവേൽ ആരെയാണ് രാജാവായി അഭിഷേകം ചെയ്തത്? ഉത്തരം സാവൂളിനെ. 4. ദൈവഹിതത്തിനു വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് സാവൂളിന് പകരം ആരെയാണ് സാമുവേൽ അഭിഷേകം ചെയ്തത്? ഉത്തരം ജെസ്സയുടെ പുത്രനായ ദാവീദിനെ. 5. ദാവീദ് എവിടെ വെച്ചാണ് പരസ്യമായി അഭിഷിക്തനായത്? ഉത്തരം ഹെബ്രോണിൽ വെച്ച്. 6. ദാവീദ് എത്ര വർഷം ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു? ഉത്തരം 40 വർഷം. 7. ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം കർത്താവ് ആരു വഴിയാണ് അറിയിച്ചത്? ഉത്തരം നാഥാൻ പ്രവാചകൻ വഴി. 8. ഊറിയായുടെ ഭാര്യയായ ബത്ശബയെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതി ആരാണ് ശക്തമായി വിമർശിച്ചത്? ഉത്തരം നാഥാൻ പ്രവാചകൻ. 9. തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് ഉള്ളൊരുകി ആലപിച്ച സങ്കീർത്തന ഭാഗം ഏത്? സങ്കീർത്തനം 51. അധ്യായം 10. ദാവീദിന് ബത്ശബയിൽ ജനിച്ച പുത്രൻ ആരാണ്? ഉത്തരം സോളമൻ. അധ്യായം 1. ചോദ്യം 11. എബ്രേം മലനാട്ടിൽ റാമത്താമായിൽ സൂഫി വംശജൻ ആര്? എൽക്കാന. 12. എൽക്കാനയുടെ പിതാവ് ആര്? യഹറോം. 13. ആരുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് 1 സാമുവേൽ 1:11 പറയുന്നത്? ഉത്തരം എൽക്കാനയുടെ. 14. എൽക്കാനയുടെ ഭാര്യമാർ ആരെല്ലാം? ഹന്നായും ഫെനിന്നായും. 1:2. 15. എൽക്കാന കർത്താവിന് ബലി അർപ്പിക്കാൻ വർഷം തോറും എവിടെ പോകുമായിരുന്നു? ഉത്തരം ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിൽ. 1:3. 16. ആരായിരുന്നു ആ സമയത്ത് ഷീലോയിലെ പുരോഹിതന്മാർ? ഉത്തരം ഹേഫനിയും ഫിനഹാസും. 17. ഹേഫനിയും ഫിനഹാസും ആരുടെ പുത്രന്മാരാണ്? ഉത്തരം ഏലിയുടെ. 18. ബലി അർപ്പിക്കുന്ന ദിവസം എൽക്കാനയും ഫെനിന്നയും അവളുടെ പുത്രിപുത്രന്മാർക്കും എന്താണ് കൊടുത്തിരുന്നത്? ഓഹരി. 19. എൽക്കാന ഹന്നയെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്ക് എന്താണ് നൽകിയത്? ഉത്തരം ഒരംശം മാത്രമേ നൽകിയുള്ളൂ. 1:5. 20. ഹന്ന വന്ധ്യയായതിനാൽ ആരാണ് അവളെ വേദനിപ്പിച്ചിരുന്നത്? ഉത്തരം സഫഗ്നി, ഫെനിന്ന. 22. 21. 1 സാമുവേൽ അധ്യായം 1 മുതൽ 7 വരെ. ആമുഖം. ചോദ്യം 1. ആരാണ് അവസാനത്തെ ന്യായാധിപൻ? ഉത്തരം സാമുവേൽ. 2. സാമുവേലിൻ്റെ കാലം മുതൽ ആരുടെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് സാമുവേലിൻ്റെ പേരിൽ ഉള്ള 2 പുസ്തകങ്ങളുടെയും ഉള്ളടക്കം? ഉത്തരം ദാവീദിൻ്റെ. 3. സാമുവേൽ ആരെ ആണ് രാജാവായി അഭിഷേകം ചെയ്തത്? ഉത്തരം സാവൂളിനെ. 4. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് സാവൂളിന് പകരമായി ആരെയാണ് സാമുവേൽ അഭിഷേകം ചെയ്തത്? ഉത്തരം ജെസ്സയുടെ പുത്രനായ ദാവീദിനെ. 5. ദാവീദ് എവിടെ വെച്ചാണ് പരസ്യമായി അഭിഷിക്തനായത്? ഉത്തരം ഹെബ്രോണിൽ വെച്ച്. 6.
ദാവീദ് എത്ര വർഷം ഇസ്രായേലിന് രാജാവായിരുന്നു? ഉത്തരം 4 വർഷം, 40 വർഷം. 7. ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം കർത്താവ് ആര് വഴിയാണ് അറിയിച്ചത്? ഉത്തരം നാഥാൻ പ്രവാചകൻ വഴി. 8. ഊറിയായുടെ ഭാര്യ ബത്ശബയെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻചതി ആരാണ് ശക്തമായി വിമർശിച്ചത്? ഉത്തരം നാഥാൻ പ്രവാചകൻ. 9. തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി ആലപിച്ച സങ്കീർത്തന ഭാഗം ഏത്? ഉത്തരം സങ്കീർത്തനം 51. 10. ദാവീദിന് ബത്ശബയിൽ ജനിച്ച പുത്രൻ ആരാണ്? ഉത്തരം സോളമൻ. അധ്യായം 1. ചോദ്യം 11. എബ്രേം മലനാട്ടിൽ റാമത്തായാമിൽ സൂഫി വംശജൻ ആര്? ഉത്തരം എൽക്കാന. 12. എൽക്കാനയുടെ പിതാവിൻ്റെ പേര്? യറോഹാം. 13. ആരുടെ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ചാണ് 1 സാമുവേൽ 1:1 പറയുന്നത്? ഉത്തരം എൽക്കാനയുടെ. 14. എൽക്കാനയുടെ ഭാര്യമാർ ആരെല്ലാം? ഉത്തരം ഹന്നായും ഫെനിന്നായും. 1, 2. 15. എൽക്കാന കർത്താവിന് ബലിയർപ്പിക്കാൻ വർഷം തോറും എവിടെ പോകുമായിരുന്നു? ഉത്തരം ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിൽ. 1, 3. 16. ആരായിരുന്നു ആ സമയത്ത് ഷീലോയിൽ പുരോഹിതന്മാർ? ഉത്തരം ഹേഫനിയും ഫിനഹാസും. 17. ഹേഫനിയും ഫിനഹാസും ആരുടെ പുത്രന്മാരാണ്? ഉത്തരം ഏലിയുടെ. 1, 3. 18. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഫെനിന്നായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്താണ് കൊടുത്തിരുന്നത്? ഉത്തരം ഓഹരി. 19. എൽക്കാന ഹന്നയെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്ക് എന്താണ് നൽകിയിരുന്നത്? ഉത്തരം ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. 20. ഹന്ന വന്ധ്യയായതിനാൽ ആരാണ് അവളെ വേദനിപ്പിച്ചിരുന്നത്? ഉത്തരം സഹജ്ഞി ഫെനിന്ന. 21. ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ ഇങ്ങനെ ചോദിച്ചത് ആര്? ഉത്തരം എൽക്കാന ഹന്നയോട്. 22. എവിടെ വെച്ചാണ് ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്? ഉത്തരം ഷീലോയിൽ വെച്ച്. 23. ആരാണ് ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരുന്നത്? ഉത്തരം പുരോഹിതനായ ഏലി. 24. എനിക്കൊരു പുത്രനെ നൽകിയാൽ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ആരാണിങ്ങനെ കർത്താവിനോട് നേർച്ച നേർന്നത്? ഉത്തരം എൽക്കാനയുടെ ഭാര്യ ഹന്ന. 1, 11. 25. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണ് അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം ഏലി. 1, 12. 26. എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ഏലി ഹന്നായോട്. 27. ഈ ദാസിയെ അതമ്പതിച്ച ഒരുവളായി വിചാരിക്കരുത്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെയും സംസാരിച്ചത്. ആരാണിങ്ങനെ പറഞ്ഞത്? ഹന്ന. 1, 16. 28. സമാധാനമായി പോകുക. ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ആണ് ഇത് പറഞ്ഞത്? ഉത്തരം ഏലി. 1, 17. 29. ഹന്ന എന്തു പറഞ്ഞാണ് മകന് സാമുവേൽ എന്ന് പേരിട്ടത്? ഉത്തരം അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. 30. ഹന്ന എപ്പോഴാണ് സാമുവേലിനെ ദേവാലയത്തിൽ സമർപ്പിച്ചത്? ഉത്തരം 3 വയസ്സുള്ളപ്പോൾ. 31. 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ് എന്നിവയുമായി ബാലനായ സാമുവേലിനെയും കൂട്ടി ഹന്ന എവിടേക്കാണ് പോയത്? ഉത്തരം ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക്. 1, 24. അധ്യായം 2. ചോദ്യം 32. 1 സാമുവേൽ 2:1 മുതൽ 10 വരെയുള്ള കീർത്തനം ആരുടേതാണ്? ഉത്തരം ഹന്നായുടെ കീർത്തനം. 38. ആരാണ് ദുർമാർഗികളും കർത്താവിൻ്റെ ബഹുമാനിക്കാത്തവരുമെന്ന് 1 സാമുവേൽ 2:1 പറയുന്നത്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ.
34. ആരിൽ നിന്നും പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമമാണ് ഏലിയുടെ പുത്രന്മാർ മാനിക്കാതിരുന്നത്? ഉത്തരം ജനങ്ങളിൽ നിന്നും. 2:13. 35. ആരുടെ പുത്രന്മാരാണ് കർത്താവിനുള്ള നേർച്ച അശ്രദ്ധയോടെ ചെയ്തിരുന്നത്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. 36. കർത്താവിന് സമർപ്പിച്ച സാമുവേലിന് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയെയും അനുഗ്രഹിച്ചത് ആര്? ഉത്തരം പുരോഹിതനായ ഏലി. 2:20. 37. ഹന്നയ്ക്ക് വേറെ എത്ര പുത്രിമാരും പുത്രന്മാരും ഉണ്ടായി? ഉത്തരം 3 പുത്രന്മാരും 2 പുത്രിമാരും. 38. മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ജനം പറഞ്ഞത് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നല്ലതല്ല. ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം ഏലി തൻ്റെ പുരോഹിതന്മാരായ മക്കളോട്. 2:24. 39. 1 സാമുവേൽ 2:27 മുതൽ 36 വരെയുള്ള വാക്യം ആര് പറഞ്ഞതാണ്? ഉത്തരം കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറഞ്ഞത്. അധ്യായം 3. ചോദ്യം 40. ആരുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു? ഉത്തരം ഏലിയുടെ. 3:1. 41. ബാലനായ സാമുവേൽ ശുശ്രൂഷക്കാലത്ത് എന്താണ് ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നത്? കർത്താവിൻ്റെ അരുളപ്പാട്. 42. ആരാണ് ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടന്നുറങ്ങിയത്? ഉത്തരം സാമുവേൽ. 43. സാമുവേൽ കർത്താവ് എത്ര പ്രാവശ്യം വിളിച്ചു? ഉത്തരം 3 പ്രാവശ്യം. 44. കർത്താവ് സാമുവേലിനെ വിളിച്ച 3 പ്രാവശ്യവും സാമുവേൽ ഏലിയുടെ മുൻപിൽ പോയി എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം? ഉത്തരം കർത്താവിൻ്റെ ശബ്ദം അവന് വെളിപ്പെട്ടിരുന്നില്ല. 3:7. 45. കർത്താവാണ് സാമുവേലിനെ വിളിച്ചതെന്ന് എപ്പോഴാണ് ഏലിക്ക് മനസ്സിലായത്? ഉത്തരം 3ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ. 46. കർത്താവാണ് സാമുവേലിനെ വിളിച്ചതെന്ന് മനസ്സിലാക്കിയ ഏലി ഇനി വിളിച്ചാൽ എന്ത് പറയണമെന്നാണ് പറഞ്ഞത്? ഉത്തരം കർത്താവേ, അരുളി ചെയ്താലും. 47. 4ാം പ്രാവശ്യം കർത്താവ് വിളിച്ചപ്പോൾ സാമുവേൽ എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. 3:10. 48. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാതിരുന്നത് മൂലം ആരുടെ കുടുംബത്തിൻ്റെ മേൽ ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്നാണ് കർത്താവ് സാമുവേലിനോട് പറഞ്ഞത്? ഉത്തരം ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ. 49. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സാമുവേൽ ഏലിയോട് പറഞ്ഞപ്പോൾ ഏലി എന്താണ് പറഞ്ഞത്? ഉത്തരം അത് കർത്താവാണ്. അവിടുത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. 50. ആരുടെ വാക്കുകളാണ് വ്യർത്ഥമായാൻ അവിടുന്ന് അനുവദിക്കയില്ലാത്തത്? ഉത്തരം സാമുവേലിൻ്റെ. 51. ദാൻ മുതൽ ബർഷവ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞ കാര്യം എന്താണ്? ഉത്തരം സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായിരിക്കുന്നു. 3:20. 52. എവിടെ വെച്ചാണ് കർത്താവ് വീണ്ടും സാമുവേലിനോട് സംസാരിച്ച് തന്നെ വെളിപ്പെടുത്തിയത്? ഉത്തരം ഷീലോയിൽ വെച്ച്. 3:21. അധ്യായം 4. ചോദ്യം 53. ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? ഉത്തരം ഫിലിസ്ത്യർ. 4:1. 54. യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ എത്ര ഇസ്രായേൽ ജനത്തെയാണ് ഫിലിസ്ത്യർ വധിച്ചത്? ഉത്തരം 4000-ഓളം. 55. ഇസ്രായേൽ ജനം എവിടെ ചെന്നാണ് കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവന്നത്? ഉത്തരം ഷീലോയിൽ. 4:4. 56. കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ എന്തു ചെയ്തു? ഉത്തരം ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. 57. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് തിരക്കിയത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. 4:6. 58. ഇസ്രായേലിൻ്റെ പാളയത്തിൽ
കർത്താവിൻ്റെ ഉടമ്പടി പേടകം എത്തിയെന്നറിഞ്ഞ ഫിലിസ്ത്യർ എന്തു സംഭവിച്ചു? ഉത്തരം, അവർ ഭയചകിതരായി. 4:7-59. ഫിലിസ്ത്യരും ഇസ്രായേൽക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ എത്ര ഇസ്രായേൽ പടയാളികൾ മരിച്ചു? ഉത്തരം, 30,000. 4:10-60. ദൈവത്തിൻ്റെ പേടകം ആരാണ് കൈവശപ്പെടുത്തിയത്? ഉത്തരം, ശത്രുക്കൾ. 4:11. 61. ആരാണ് യുദ്ധരംഗത്തുനിന്ന് ഓടി ഷീലോയിൽ എത്തിയത്? ഉത്തരം, ബെഞ്ചമിൻ ഗോത്രക്കാരനായ ഒരാൾ. 62. ആരാണ് ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആകുലചിത്തനായിരുന്നത്? ഉത്തരം, പുരോഹിതനായ ഏലി. 63. ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്നും പിറകോട്ട് മറിഞ്ഞ് എങ്ങനെയാണ് മരിച്ചത്? ഉത്തരം, കഴുത്തൊടിഞ്ഞ്. 4:18. 64. ഏലി എത്ര വർഷം ഇസ്രായേൽ ന്യായാധിപനായിരുന്നു? ഉത്തരം, 40 വർഷം. 65. മഹത്വം ഇസ്രായേലിൽ നിന്നും വിട്ടുപോയി എന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിന് ഇക്കബോദ് എന്ന് പേരിട്ടത് ആര്? ഉത്തരം, ഏലിയുടെ മരുമകൾ അല്ലെങ്കിൽ ഫിനെഹാസിൻ്റെ ഭാര്യ. 4:21. അധ്യായം 5. ചോദ്യം 66. ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം, അഷ്ദോദിലേക്ക്. 67. ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പേടകം എവിടെ സ്ഥാപിച്ചു? ഉത്തരം, ദാഗോന്റെ പ്രതിഷ്ഠയ്ക്ക് സമീപം. 63. ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നത് കണ്ടതാര്? ഉത്തരം, അഷ്ദോദിലെ ജനങ്ങൾ. 69. കർത്താവിൻ്റെ കരം എങ്ങനെയാണ് അഷ്ദോദിലെ ജനങ്ങൾക്കെതിരെ പ്രബലമായത്? ഉത്തരം, കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി. 5:6. 70. കർത്താവിൻ്റെ പേടകം അഷ്ദോദിൽ നിന്നും എവിടേക്ക് കൊണ്ടുപോകാനാണ് അവർ പറഞ്ഞത്? ഉത്തരം, ഗത്തിലേക്ക്. 5:3. 71. കർത്താവിൻ്റെ പേടകം ഗത്തിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം, ആബാലവൃത്തം ജനങ്ങൾ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 72. കർത്താവിൻ്റെ പേടകം ഗത്തിൽ നിന്നും എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം, എക്രോണിലേക്ക്. 5:9. അധ്യായം 6. ചോദ്യം 73. കർത്താവിൻ്റെ പേടകം എത്ര മാസം ഫിലിസ്ത്യരുടെ ദേശത്ത് ആയിരുന്നു? ഉത്തരം, 7 മാസം. 6:1. 74. കർത്താവിൻ്റെ പേടകം ഇസ്രായേലിലേക്ക് തിരിച്ചയക്കുമ്പോൾ എന്താണ് കൊടുക്കേണ്ടതെന്നാണ് ഫിലിസ്ത്യർ പുരോഹിതന്മാർ തീരുമാനിച്ചത്? ഉത്തരം, ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണമനുസരിച്ച് സ്വർണത്തിൽ നിർമ്മിച്ച 5 കുരുക്കളും 5 എലികളും. 6:4. 75. ഒരിക്കലും മുഖം വെച്ചിട്ടില്ലാത്ത 2 കറവ പശുക്കളെ കെട്ടിയ വണ്ടിയിൽ എന്ത് കൊണ്ടുപോകാനാണ് പുരോഹിതന്മാർ പറഞ്ഞത്? ഉത്തരം, കർത്താവിൻ്റെ പേടകം. 6:8. 76. പശുക്കൾ ബേർഷേബയിലേക്കാണ് പോകുന്നതെങ്കിൽ ആരുടെ കരങ്ങളാണ് നമുക്ക് ഈ അനർത്ഥങ്ങൾ വരുത്തിയെന്നാണ് പുരോഹിതന്മാർ പറഞ്ഞത്? കർത്താവിൻ്റെ അവിടുത്തെ കരങ്ങളാണ്. 6:9. 77. പശുക്കൾ ഇടംവലം നോക്കാതെ നേരെ പോയത് എവിടേക്ക്? ഉത്തരം, ബേർഷേബയിലേക്ക്. 78. ബേർഷേബയിലെ ജനങ്ങൾ വയലിൽ ആയിരുന്നു. അവർ എന്ത് കണ്ടാണ് അധികം ആനന്ദിച്ചത്? ഉത്തരം, കർത്താവിൻ്റെ പേടകം. 79. കർത്താവിൻ്റെ പേടകം വഹിച്ച വണ്ടി എവിടേക്ക് ചെന്നാണ് നിന്നത്? ഉത്തരം, യോശുവയുടെ വയലിൽ. 6:14. 80. വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി എന്തിനെയാണ് ദഹനബലിയായി അർപ്പിച്ചത്? ഉത്തരം, പശുക്കളെ. 81. ഇന്നും ബേർഷേബക്കാരനായ യോശുവയുടെ വയലിലുള്ളത് എന്ത്? ഉത്തരം, കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച കല്ല്. 82. കർത്താവിൻ്റെ പേടകത്തിൽ എത്തി നോക്കിയ എത്ര ബേർഷേബയിലെ ആളുകളെയാണ് അവിടുന്ന് വധിച്ചത്? ഉത്തരം, 70. ചോദ്യം 83. കർത്താവിൻ്റെ പേടകം ഫിലിസ്ത്യർ
തിരിച്ചയച്ചിരിക്കുന്നു. നിങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുവിൻ എന്ന് ആരോടാണ് ബെഷമേഷിലെ ജനങ്ങൾ പറഞ്ഞത്? ഉത്തരം, കിരിയാത്ത് യയാറിലെ ജനത്തോട്. 6:21. അദ്ധ്യായം 7. ചോദ്യം 84. കിരിയാത്ത് യയാറിലെ ആളുകൾ കർത്താവിൻ്റെ പേടകം ആരുടെ ഭവനത്തിലാണ് വച്ചത്? ഉത്തരം, അബിനാദാബിൻ്റെ ഭവനത്തിൽ. 7:1-85. കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിനു വേണ്ടി ആരെയാണ് അഭിഷേകം ചെയ്തത്? ഉത്തരം, ഏലിയാസറിനെ. 7:1-86. കർത്താവിൻ്റെ പേടകം അബിനാദാബിൻ്റെ ഭവനത്തിൽ എത്ര വർഷം സൂക്ഷിച്ചു? ഉത്തരം, 20 വർഷത്തോളം. 87. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ അന്യദേവന്മാരെയും അശ്രദ്ധ ദേവതകളെയും ഉപേക്ഷിക്കണം. ആരാണിത് പറഞ്ഞത്? ഉത്തരം, സാമുവൽ. 7:3-88. ഇസ്രായേൽ ജനം മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്? ഉത്തരം, മിസ്പായിൽ. 7:5-89. എവിടെ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം നടത്തിയത്? ഉത്തരം, മിസ്പായിൽ വെച്ച്. 7:6-90. ഇസ്രായേൽ ജനം മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവരെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? ഉത്തരം, ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 7:7-91. സാമുവൽ എന്താണ് കർത്താവിന് സമ്പൂർണ്ണ ദഹനബലിയായി അർപ്പിച്ചത്? ഉത്തരം, മുലകുടി മാറാത്ത ആട്ടിൻകുട്ടിയെ. 7:9-92. കർത്താവ് ഭയങ്കരമായ ഒരിടിനാദം മുഴക്കി ആരെയാണ് സംഭ്രാന്തരാക്കിയത്? ഉത്തരം, ഫിലിസ്ത്യരെ. 7:10-93. സാമുവൽ മിസ്പയിലേക്കും ജഷ്നായിക്കും മധ്യേ എന്താണ് സ്ഥാപിച്ചത്? ഒരു കല്ല്. 94. ഒരു കല്ല് സ്ഥാപിച്ച സ്ഥലത്തിന് എന്താണ് പേരിട്ടത്? ഉത്തരം, എബനേസർ. 95. ഫിലിസ്ത്യർ പിടിച്ചെടുത്ത ഏത് പ്രദേശങ്ങൾ ഇസ്രായേലിന് തിരികെ കൊടുത്തു? ഉത്തരം, എക്രോൺ മുതൽ ഗത്ത് വരെ. 7:14. 96. ഏതെല്ലാം സ്ഥലങ്ങൾ സന്ദർശിച്ച വർഷം തോറും സാമുവൽ നീതിപാലനം നടത്തി? ഉത്തരം, ബേഥേൽ, ഗിൽഗാൽ, മിസ്പ. 97. എവിടെ ആണ് സാമുവലിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, റാമായിൽ. 7:17. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഇത്രയും നേരം വചനഭാഗം ശ്രവിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ഈശോയിൽ നന്ദി. Like and subscribe.